Dzień dobry, പോളണ്ടിൽ നിന്നും ഞാനാണ് പ്രതീഷ് കുമ്പിടി. അപ്പോൾ കുറേ ദിവസങ്ങളായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ട് ഞാനിപ്പോൾ വന്നത് എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ സമയം ഒരു മാറ്റം വന്നിട്ടുണ്ട്. 1 മണിക്കൂർ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രതിഭാസമാണ്. പ്രതിഭാസം എന്ന് വെച്ചാൽ ഓൾ യൂറോപ്യൻ യൂണിയൻ എല്ലാവരും ചെയ്യുന്നതാണ് സംഭവം. അതെന്താണെന്ന് വെച്ചാൽ വേനൽക്കാലമാകുമ്പോൾ ഇവിടെ പകൽ കൂടുതലാണ്. സൂര്യൻ അസ്തമിക്കണമെങ്കിൽ രാത്രി 8:30-8:45 എങ്കിലും ആകും. അതുവരെ ആളുകൾ ഔട്ട്ഡോർ ആക്ടിവിറ്റികളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്താൽ ഊർജം സംരക്ഷിക്കപ്പെടുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് മാർച്ച് മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയും ഒക്ടോബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്. ഈ 1 മണിക്കൂർ അങ്ങോട്ട് കുറച്ച് വയ്ക്കും, മീൻസ് കൂട്ടി വയ്ക്കും. കുട്ടിക്ക് കുറച്ച് വയ്ക്കുക. കുട്ടിക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വേനൽക്കാലമാകുമ്പോൾ ഇവിടെ പകൽ കൂടുതലാണ്, രാത്രി കുറവാണ്. അതുപോലെ തണുപ്പ് കാലമാകുമ്പോൾ ഇവിടെ രാത്രി കൂടുതലാണ്, പകൽ കുറവാണ്. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ 5 മണിയാണ് സമയം. ഇപ്പോൾ രാത്രി 7 മണിയുടെ ഒരു ലെവലാണ് ഇപ്പോൾ വിളിച്ച് നിൽക്കുന്നത്. സാധാരണ വാച്ചും ക്ലോക്കും ഒക്കെ ഉപയോഗിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോകുന്നവരും മറ്റു കാര്യങ്ങളും ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. 1 മണിക്കൂർ പിന്നിലേക്ക് തിരിച്ചേക്കാൻ മറക്കണ്ട. മാർച്ച് മാസം ആകുമ്പോൾ ഇത് 1 മണിക്കൂർ കൂട്ടി വയ്ക്കും. ഇപ്പോൾ 1 മണിക്കൂർ കുറച്ച് വെച്ചിരിക്കുകയാണ്. 1 മണിക്കൂർ കുറച്ച് വെച്ച് കയറുമ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇവിടെയും സമയം 4.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. ഇതിന് മുന്നേ മിനിയാന്ന് വരെ 3.5 മണിക്കൂറായിരുന്നു വ്യത്യാസം. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇത് എല്ലാവർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല. അറിയുന്ന ആൾക്കാരുണ്ടാവാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംഭവം കൂടെ നടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞങ്ങളെ എല്ലാ സമയങ്ങളിലും നമ്മൾ ഷെഡ്യൂളൊക്കെ ഇനി മാറ്റം വരും. വീട്ടിലേക്ക് വിളിക്കുന്ന സമയം അതിനാണ് മെയിനായിട്ട്. ഇപ്പോൾ നാട്ടിലെല്ലാവരും ഉറങ്ങുന്ന സമയത്തൊക്കെ ഞാനൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വരിക. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതെല്ലാവർക്കും ഒരു ചെറിയൊരു അറിവായിട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. തബ്സനിയ.